ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് കോഴിക്കോട് സെൻറ്റ് വിൻസെൻറ്റ് കോളനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 1000-ഓളം കുട്ടികളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഹാളിൽ JBLന്റെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഹാളിലേക്ക് പോയാലോ? വാ. ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 80-ലധികം വർഷം പഴക്കമുണ്ട് ഈ സ്കൂളിൽ. ഒരുപാട് പേരെ, അതായത് നല്ല നല്ല പ്രതിഭകളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്കൂളാണിത്. അത്രയേറെ പഴക്കമുണ്ട് ഈ സ്കൂളിൽ. ഇതാ നമ്മൾ ആ സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളെ സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ? ഇതാ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? വേറെ ഒന്നും നമുക്ക് പറയാനില്ലാന്ന് വെച്ചാൽ ഇത് ഇവിടെ അസംബിൾ ചെയ്യുന്നത് നമ്മളെ മെയിൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള അനുജിത്തേട്ടനാണ്. എൻ്റെ പേര് അനുജിത്ത്, സൗണ്ട് എഞ്ചിനീയറാണ്. 80 വർഷം പാരമ്പര്യമുള്ള കോഴിക്കോട്ടെ തന്നെ ഏറ്റവും പ്രശസ്തമായ സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ സൗണ്ട് സിസ്റ്റം ചെയ്യാൻ കിട്ടിയത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ആയുള്ള ഒരു സൗണ്ട് സിസ്റ്റം. അവർക്ക് ഒരു സിനിമ കാണിക്കാനും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇവൻ്റ് ആയാൽ പോലും നല്ല രീതിയിൽ നമുക്കൊരു ക്രിസ്റ്റൽ ക്ലിയറിലുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് അക്കോസ്റ്റിക് ചെയ്യാത്തൊരു ഓഡിറ്റോറിയമാണ്. നമ്മൾ എത്ര വാട്ട്സ് കൂടിയ സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. സൗണ്ട് പോയിട്ട് ബാക്ക് പോയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. ഞങ്ങൾ മീഡിയ ഫാക്ടറി ഈ സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിലേക്ക് സജസ്റ്റ് ചെയ്തത് JBLന്റെ PRX1 എന്ന് പറയുന്ന കോളൻ ടൈപ്പ് സ്പീക്കറാണ്. ഈ സ്പീക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബിൽട്ട് നമുക്ക് 7 ചാനൽ ഒരു ഡിജിറ്റൽ മിക്സർ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. PRX1 PA ടവർ നമുക്ക് 1000 വാട്ട്സ് RMSും അതേപോലെ 2000 വാട്ട്സ് പീക്കുമാണ് തരുന്നത്. അതേപോലെ 2 സ്പീക്കറാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത വൂഫർ എന്ന് പറഞ്ഞാൽ 12-inch വൂഫേഴ്സാണ്. ഇത് നമുക്ക് വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഔട്ട്ഡോർ ഇവൻറ്റ്സ് സെറ്റ് ചെയ്യാനാണെങ്കിലും ഈ ഒരു സ്പീക്കർ ആപ്റ്റ് ആണ്. ഇതുപോലെ ഓഡിയോ സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് മീഡിയ ഫാക്ടറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JBLന്റെ ഇവിടെ കാണുന്ന JBLന്റെ PRX1 എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് 2 പെയർ, ലെഫ്റ്റും റൈറ്റും ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. ഏകദേശം ഒരു 1000-ഓളം ആൾക്കാരെ കൊള്ളുന്ന ഒരു ഹാളാണ് ഇത്. കാണുന്നില്ലേ? ഏകദേശം 1000-ഓളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഒരു 10-700-ഓളം ആളുകൾക്ക് സുഖമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 സിസ്റ്റം മാത്രം മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പോർട്ടബിൾ എവിടെ എടുത്തിട്ട് കൊണ്ടുപോവാം. ഒരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൊണ്ടുപോകാം. അത്രയും നല്ല ഹാൻഡിലാണ്. ഇതുണ്ടോ, ഒരാൾക്ക് ശരിക്കും എടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹലോ, നമസ്കാരം. ഞങ്ങളിവിടെ ശരിക്കും മുമ്പ് പഴയ സ്പീക്കേഴ്സാണ് നമുക്കുണ്ടായിരുന്നത്. പഴയ സൗണ്ട് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് നമ്മൾ സൗണ്ട് സിസ്റ്റം മാറ്റുന്നത്. മെച്ചമായിട്ടുള്ള ബിന്ദു ടീച്ചറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പീക്കറിലേക്കൊക്കെ പുതിയ സ്പീക്കേഴ്സും പുതിയ സൗണ്ട് സിസ്റ്റമൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ പോയി. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് മുൻപുണ്ടായിട്ടുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നമുക്കൊരു മുമ്പുണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇപ്പോൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് പറയുന്ന ക്ലാരിറ്റിയുടെ കാര്യമാണ്. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ്, മ്യൂസിക്കൽ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുട്ടികൾ അത് പറയുകയും ചെയ്തു. ഒത്തിരി സന്തോഷം. നല്ല സർവീസാണ്. താങ്ക് യു.